ഇന്ന് ഗ്ലോബൽ പോളിറ്റിക്സിലും വാർത്തകളിലും വലിയ മാറ്റങ്ങളാണ് ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെഗാ യൂറോപ്പ് ട്രിപ്പിലൂടെ ലക്ഷക്കണക്കിന് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യ വലിയൊരു ഇക്കണോമിക് പവർ ആകാൻ പോകുന്നു. എന്നാൽ മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില അപ്രതീക്ഷിത മിലിറ്ററി തീരുമാനങ്ങൾ കാരണം നേറ്റോ രാജ്യങ്ങളിലും പശ്ചിമേഷ്യയിലും പുതിയ കൺഫ്യൂഷനുകൾ ഉണ്ടാകുന്നു. ഇതിനെല്ലാം ഇടയിലാണ് പശ്ചിമാഫ്രിക്കയിൽ പുതിയൊരു എബോള വൈറസ് ഭീതി പടരുന്നതും നമ്മുടെ ഇന്ത്യൻ എയർപോർട്ടുകളിലും കടുത്ത റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതും. പിന്നെ ഇറാനിന്റെ വാർത്തകളുമുണ്ട്. ശരിക്കും ഇന്റർനാഷണൽ ലെവലിൽ വലിയ ട്വിസ്റ്റുകളാണ് നടക്കുന്നത്. ലോകത്തെ ആകെ സ്വാധീനിക്കുന്ന ഈ പ്രധാന സംഭവങ്ങൾ പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഇപ്പോൾ ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ്. ചൈനയെയും അമേരിക്കയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെഗാ യൂറോപ്യൻ പര്യടനം പൂർത്തിയായിരിക്കുകയാണ്. വെറും ഒരു ഡിപ്ലോമാറ്റിക് വിസിറ്റ് എന്ന് കരുതി തള്ളിക്കളയാൻ വരട്ടെ. ഈ കഴിഞ്ഞ മെയ് 15 മുതൽ 20 വരെയുള്ള കാലയളവിൽ ഇന്ത്യ സ്വന്തമാക്കിയത് എത്ര കോടിയുടെ നിക്ഷേപമാണ് എന്നറിയാമോ? ഏകദേശം $40 ബില്യൺ, അതായത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മെഗാ ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റുകളാണ് മോദി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഒരു കാലത്ത് ഇന്ത്യയെ അത്ര കാര്യമാക്കാതിരുന്ന യൂറോപ്യൻ യൂണിയനും നോർഡിക് രാജ്യങ്ങളും ഇന്ന് ഇന്ത്യക്ക് മുന്നിൽ ചുവപ്പ് പരവതാനി വിരിച്ച് കാത്തു നിൽക്കുന്നു. ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ കഴിഞ്ഞ ദിവസം ഓസ്ലോയിൽ വെച്ച് പറഞ്ഞത് എന്താണ് എന്നറിയാമോ? ഇന്ത്യ വെറും ഒരു മിഡിൽ പവർ അല്ല, ലോകത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ മഹാശക്തികളിൽ ഒന്നാണ് എന്ന്. എന്താണ് ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണം? എന്തൊക്കെയാണ് ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യ നേടിയെടുത്തത്? നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പക്ക എക്കണോമിക് ഡിപ്ലോമസി ആയിരുന്നു. ഇന്ന് ലോകം മുഴുവൻ ചൈനയ്ക്കും അമേരിക്കയ്ക്കും മേലുള്ള ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു ആശ്രയത്വം ഇത് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു 2026 യുദ്ധങ്ങളും അന്താരാഷ്ട്ര പ്രതിസന്ധികളും കാരണം ഗ്ലോബൽ സപ്ലൈ ചെയിൻ ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള പുതിയ കൂട്ടുകെട്ടിന്റെ ഒരു പ്രസക്തി വരുന്നത്. ടെക്നോളജി, ഡിഫൻസ്, ഗ്രീൻ എനർജി എന്നീ മേഖലകളിൽ ചൈനയെ പൂർണ്ണമായും വെട്ടിമാറ്റി ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഹബ് ആക്കുക എന്നതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ യാത്രയിൽ നെതർലൻഡ്സ്, സ്വീഡൻ, ഇറ്റലി തുടങ്ങിയ വമ്പന്മാരുമായി ഇന്ത്യ പുതിയ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകൾ ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI, അതുപോലെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവയിലെല്ലാം യൂറോപ്യൻ ടെക്നോളജി ഇനി ഇന്ത്യയിലേക്ക് ഒഴുകും. ഡിഫൻസ് മേഖലയിൽ പ്രത്യേകിച്ച് അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെയും ടെക്നോളജിയുടെയും കൈമാറ്റത്തിന് സ്വീഡനും ഇറ്റലിയും സമ്മതിച്ചു കഴിഞ്ഞു. ചൈനയ്ക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ നടന്ന 3rd ഇന്ത്യ നോർഡിക് സമ്മിറ്റ് ആണ്. ഡെൻമാർക്ക്, ഫിൻലൻഡ്, ഐസ്ലൻഡ്, നോർവേ, സ്വീഡൻ എന്നീ 5 വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഈ നോർഡിക് ബ്ലോക്കിലുള്ളത്. ഓരോന്നോരോന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിലുള്ള ഈ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളാണെങ്കിലും ഇന്നൊവേഷനിലും കാശിന്റെ കാര്യത്തിലും ഇവരെ തോൽപ്പിക്കാൻ ലോകത്ത് വേറെ ആളില്ല. ഏതാണ്ട് 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. ഇതിനു മുൻപ് 1983 ഇന്ദിരാഗാന്ധിയാണ് അവിടെ പോയത്. ഇത്തവണ ഇന്ത്യയും ഈ 5 രാജ്യങ്ങളും ചേർന്ന് ഒരു ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഗ്രീൻ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോർഡിക് രാജ്യങ്ങളുടെ കയ്യിൽ ലോകോത്തര എൻവയോൺമെന്റൽ ആൻഡ് സസ്റ്റൈനബിലിറ്റി ടെക്നോളജി ഉണ്ട്. ഇന്ത്യയുടെ കയ്യിലാവട്ടെ ഇത് നടപ്പിലാക്കാൻ പറ്റിയ വമ്പൻ മാർക്കറ്റും സ്കെയിലുമുണ്ട്. ഈ 2 കാര്യങ്ങളും ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് ആലോചിച്ചു നോക്കൂ. കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചു. ഇൻവെസ്റ്റ്മെന്റിൽ 200% വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനൊക്കെ പുറമെയാണ് കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച ഇന്ത്യ EFTA കരാർ വഴി അടുത്ത 15 വർഷത്തിനുള്ളിൽ $100 ബില്യൺ നിക്ഷേപം ഈ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഉറപ്പാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഇന്ത്യയിലെ യുവാക്കൾക്ക് ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ഈ സഖ്യത്തിൽ ഓരോ നോർഡിക് രാജ്യത്തിനും ഇന്ത്യയുമായി കൃത്യമായ ബിസിനസ് പ്ലാനുകളുണ്ട്. അത് പ്രധാനമന്ത്രി മോദി തന്നെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തേത് ഐസ്ലൻഡ് ആണ്. ജിയോ തെർമൽ എനർജിയിലും ഫിഷറീസിലുമുള്ള അവരുടെ വൈദഗ്ധ്യം ഇന്ത്യക്ക് നൽകും. 2 നോർവേ, ബ്ലൂ ഇക്കണോമി, അതായത് സമുദ്ര വിഭവങ്ങളുടെ വികസനം, പിന്നെ ആർട്ടിക് റിസർച്ച് എന്നിവയിൽ പങ്കാളിയാകും. 3ാമത് സ്വീഡൻ, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ്, ഡിഫൻസ് മേഖലകളിൽ വൻ നിക്ഷേപം നടത്തും. സ്വീഡന്റെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ നൽകിയാണ് അവർ മോദിയെ ആദരിച്ചത്. ഇനി 4ാമത്തേത് ഫിൻലൻഡ് ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ, 5G, 6G ടെക്നോളജി, ഡിജിറ്റൽ ഗവർണൻസ് എന്നിവയിൽ ഇന്ത്യയെ സഹായിക്കും. ഈ വരുന്ന സെപ്റ്റംബറിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വെച്ച് ഇന്ത്യയും ഫിൻലൻഡും സംയുക്തമായി വേൾഡ് സർക്കുലർ ഇക്കണോമി ഫോറം നടത്താൻ പോവുകയാണ്. ഇനി ലാസ്റ്റ് ഡെൻമാർക്കാണ്.
സൈബർ സെക്യൂരിറ്റി, ഹെൽത്ത് ടെക്നോളജി എന്നിവയിലാണ് ഇന്ത്യയുടെ പാർട്ണറാകുന്നത്. ഇത്രയും വലിയൊരു നീക്കത്തിന് പിന്നിൽ ശരിക്കും മറ്റൊരു അടിയന്തര കാരണം കൂടിയുണ്ട്. ഈ 2026 തുടക്കത്തിൽ മിഡിൽ ഈസ്റ്റിലുണ്ടായ യുദ്ധപ്രതിസന്ധികൾ കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുകയും ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയും ചെയ്തു. ഇത് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന്റെ എനർജി സെക്യൂരിറ്റിക്ക് വലിയ ഭീഷണിയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ റിലയബിൾ ആയ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന പുതിയ എനർജി പാർട്ണർമാരെ തേടി യൂറോപ്പിലേക്ക് തിരിഞ്ഞത്. ഗ്രീൻ ഹൈഡ്രജൻ, റിന്യൂവബിൾ എനർജി എന്നിവയിലൂടെ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ഈ ഒരു നോർഡിക് രാജ്യങ്ങൾക്ക് സാധിക്കും. അതോടൊപ്പം യുഎഇയിൽ നിന്ന് $5 ബില്യൺ പുതിയ ഇൻവെസ്റ്റ്മെന്റും സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവുകളും ഇന്ത്യ ഈ യാത്രയിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ വെറും വാക്കുകൾക്കപ്പുറം കൃത്യമായ ബിസിനസ് ഡീലുകളും നിയമപരമായിട്ടുള്ള ബാധ്യതയുള്ള നിക്ഷേപ കരാറുകളുമായിട്ടാണ് ഇന്ത്യ ഇത്തവണ യൂറോപ്പ് കീഴടക്കിയിരിക്കുന്നത്. ഗ്ലോബൽ സൗത്തിന്റെ അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളുടെ ശബ്ദമായിട്ട് നിന്നുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങളുമായിട്ട് തുല്യ ശക്തിയായി ഡീൽ ഉറപ്പിക്കാൻ ഇന്ന് ഇന്ത്യക്ക് കഴിവുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിര അംഗത്വം വേണമെന്ന ആവശ്യത്തെ ഈ 5 നോർഡിക് രാജ്യങ്ങളും ഇത്തവണയും പൂർണ്ണമായി പിന്തുണച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഗ്ലോബൽ പവർ ഇനി വേറെ ലെവലിലേക്ക് മാറാൻ പോവുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അമേരിക്കയും സഖ്യരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പലപ്പോഴും വളരെ സങ്കീർണവും അപ്രതീക്ഷിതവുമായ വഴിത്തിരിവുകളിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പുതിയ തീരുമാനം ഇപ്പോൾ ലോക രാജ്യങ്ങളെ ആകെ കൺഫ്യൂഷനിലാക്കിയിരിക്കുകയാണ്. വെറും 48 മണിക്കൂറുകൾക്ക് മുൻപ് യൂറോപ്പിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ച അതേ ട്രംപ് ഇപ്പോൾ അർദ്ധരാത്രിയിൽ ഒരു വമ്പൻ യു ടേൺ എടുത്തിരിക്കുകയാണ്. പോളണ്ടിലേക്ക് അടിയന്തരമായി 5000 US സൈനികരെ അയക്കാൻ പോവുകയാണ് എന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെന്റഗൺ എടുത്ത തീരുമാനങ്ങളെല്ലാം ഒറ്റയടിക്ക് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ട്രംപിന്റെ ഈ ഒരു അപ്രതീക്ഷിത നീക്കം സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഈ പെട്ടെന്നുള്ള മാറ്റത്തിന് പിന്നിൽ? ട്രംപും നേറ്റോ രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്താണ്? ജർമ്മനിയെ ശിക്ഷിക്കാനും പോളണ്ടിനെ രക്ഷിക്കാനും ട്രംപ് ഇറങ്ങി പുറപ്പെട്ടത് എന്തുകൊണ്ടാണ്? പരിശോധിക്കാം. കഥ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 2 ദിവസം പുറകോട്ട് പോകണം. കഴിഞ്ഞ ആഴ്ചയിലാണ് പെന്റഗൺ ഒരു കാര്യം ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തത്. യൂറോപ്പിലെ അമേരിക്കയുടെ സൈനികരുടെ എണ്ണം കുറയ്ക്കാൻ പോകുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പോളണ്ടിലേക്ക് പോകേണ്ടിയിരുന്ന 2nd ആർമേർഡ് ബ്രിഗേഡ് കോമ്പാക്ട് ടീമിലെ ഏതാണ്ട് 4000 സൈനികരുടെ യാത്ര പെന്റഗൺ റദ്ദാക്കി. യൂറോപ്പിലെ തങ്ങളുടെ ഫോഴ്സ് പോസ്റ്റർ പുനഃപരിശോധിക്കുകയാണ് എന്നും നേറ്റോ രാജ്യങ്ങൾ സ്വന്തം സുരക്ഷയ്ക്കായി കൂടുതൽ പണം ചിലവഴിക്കണമെന്നും ആയിരുന്നു ഇതിന് കാരണമായിട്ട് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ബുധനാഴ്ച പോലും ന്യായീകരിച്ചത്. പോളണ്ടിന് സ്വന്തമായി പ്രതിരോധിക്കാനൊക്കെ കെൽപ്പുണ്ട് എന്നതായിരുന്നു വാൻസിന്റെ പ്രസ്താവന. പെന്റഗണിന്റെ ഈ ഒരു പെട്ടെന്നുള്ള പിന്മാറ്റം, ശരിക്കും ഈ ഒരു നീക്കം പോളണ്ടിനെയും നേറ്റോയെയും ഞെട്ടിച്ചു. അവര് ബ്ലൈൻഡ് സൈഡഡ് ആയി എന്നും കൂടി പറയണം. കാരണം തൊട്ടടുത്ത് യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക കൈവിടുന്നത് പോളണ്ടിന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന് യൂറോപ്പിനോട് പിണങ്ങിയത്? അതിന് പിന്നിൽ ഇപ്പോഴത്തെ ഇറാൻ വാർ പശ്ചാത്തലമുണ്ട്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന മിലിറ്ററി ക്യാമ്പയിന് കാര്യമായ പിന്തുണ നൽകാൻ ജർമ്മനിയും മറ്റ് പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഉപരോധം നീക്കാൻ ഇവർ സൈന്യത്തെ അയച്ചില്ല. ഇതിനെതിരെ ട്രംപിന് കടുത്ത അമർഷമുണ്ടായിരുന്നു. ജർമ്മൻ ചാൻസലർ ഫ്രീഡറിക് മെർസ് പരസ്യമായി പറഞ്ഞത് അമേരിക്ക ഈ ഇറാൻ യുദ്ധത്തിലൂടെ സ്വയം അപമാനിതരാവുകയാണ് എന്നാണ്. ഇത് ട്രംപിനെ ചൊടിപ്പിച്ചു. തൊട്ടുപിന്നാലെ ജർമ്മനിയിലുള്ള 5000 US സൈനികരെ പിൻവലിക്കാൻ ട്രംപ് ഉത്തരവിട്ടു. റൊമാനിയയിൽ നിന്നും അതുപോലെ സൈന്യത്തെ മാറ്റിയിട്ടുണ്ട്. അതായത് തന്നെ സഹായിക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങളെ ട്രംപ് സൈനികമായി ശിക്ഷിക്കാൻ തുടങ്ങിയെന്ന് സാരം. അങ്ങനെയാണെങ്കിൽ ജർമ്മനിയെ ശിക്ഷിച്ച അതേ ട്രംപ് പോളണ്ടിനോട് മാത്രം എന്തുകൊണ്ട് ഇത്ര ഒരു ഉദാരത കാണിക്കുന്നു എന്നൊരു ചോദ്യം കൂടി വരാം. അവിടെയാണ് രാഷ്ട്രീയ തന്ത്രം വരുന്നത്. വ്യാഴാഴ്ച രാത്രി ട്രംപ് തന്റെ പോസ്റ്റിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഞാൻ പിന്തുണയ്ക്കുകയും എൻഡോസ് ചെയ്യുകയും ചെയ്ത പോളണ്ടിന്റെ പുതിയ കൺസർവേറ്റീവ് പ്രസിഡന്റ് കാരൽ നാവ്റോസ്കിയുടെ വമ്പൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിലും ഞങ്ങൾ തമ്മിലുള്ള അടുത്ത സൗഹൃദത്തിന്റെ പുറത്തും പോളണ്ടിലേക്ക് ഒരു അഡീഷണൽ 5000 സൈനികരെ അയക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ നാവ്റോസ്കി കഴിഞ്ഞ വർഷമാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ട്രംപിന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. ജർമ്മനിയും ഫ്രാൻസും ട്രംപിനെ എതിർക്കുമ്പോൾ പോളണ്ട് കാലങ്ങളായി അമേരിക്കയുടെ വിശ്വസ്ത പങ്കാളിയാണ്. GDPയുടെ വലിയൊരു പങ്ക് അവർ ഡിഫൻസിനായി മാറ്റിവെക്കുന്നുമുണ്ട്. എന്തായാലും ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ പോളിഷ് പ്രസിഡന്റ് നാവ്റോസ്കിയും പ്രതിരോധ മന്ത്രിയും ട്രംപിന് നന്ദി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ സഖ്യം യൂറോപ്പിന്റെ ആകെ സുരക്ഷയ്ക്ക് നിർണായകമാണ് എന്നാണ് അവർ പറയുന്നത്. ട്രംപ് സൈന്യത്തെ അയക്കാമെന്ന് പറഞ്ഞത് പോളണ്ടിന് ആശ്വാസമായെങ്കിലും വാഷിംഗ്ടണിലും നേറ്റോ ആസ്ഥാനത്തും ഇപ്പോൾ കടുത്ത കൺഫ്യൂഷനാണ്. കാരണം ട്രംപിന്റെ സ്വന്തം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ നേറ്റോ വിദേശകാര്യ മന്ത്രിമാരുടെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സ്വീഡനിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപാണ് ട്രംപ് ഈ ബോംബ് പൊട്ടിച്ചത്.
ഒരു വശത്ത് യൂറോപ്പിൽ നിന്ന് മൊത്തത്തിൽ 5000 സൈനികരെ കുറയ്ക്കുമെന്ന് നേറ്റോ കമാൻഡർ ജനറൽ അലക്സിസ് ഗ്രിൽകെവിച്ച് പറയുമ്പോൾ മറുവശത്ത് 5000 പേരെ പോളണ്ടിലേക്ക് കൂട്ടുമെന്ന് ട്രംപ് പറയുന്നു. ഈ ഒരു കൺഫ്യൂഷൻ നിലവിലുള്ള സൈനികരെ അങ്ങോട്ടേക്ക് മാറ്റുന്നതാണോ അതോ സ്ഥിരമായ വിന്യാസമാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതാണ് ആ കൺഫ്യൂഷൻ. വൈറ്റ് ഹൌസും പെന്റഗണും കൃത്യമായ മറുപടി നൽകാതെ ഉരുണ്ട് കളിക്കുകയാണ്. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയവും വിദേശ നയങ്ങളും തമ്മിൽ യാതൊരു ഏകോപനവുമില്ല എന്നാണ് മുൻ നയതന്ത്രജ്ഞർ ഇതിനെ വിമർശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ യൂറോപ്പിൽ തങ്ങളെ അനുസരിക്കുന്നവർക്ക് മാത്രം സൈനിക സുരക്ഷ നൽകുക, അല്ലാത്തവരെ കൈവിടുക എന്ന കൃത്യമായൊരു ട്രാൻസാക്ഷണൽ ഡിപ്ലോമസിയാണ് ട്രംപ് പുറത്തെടുക്കുന്നത്. ജർമ്മനിക്കുള്ള കടുത്ത താക്കീതും ഒപ്പം പോളണ്ടിനുള്ള റിവാർഡുമാണ് ഈ ഒരു പുതിയ 5000 സൈനികരുടെ വിന്യാസം എന്ന് പറയുന്നത്. നേറ്റോ സഖ്യത്തിനുള്ളിൽ അമേരിക്ക ഉണ്ടാക്കുന്ന ഈ വിള്ളലുകൾ വരും ദിവസങ്ങളിൽ റഷ്യ എങ്ങനെ വിനിയോഗിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പശ്ചിമേഷ്യയിൽ നിന്ന് നമ്മൾ പലപ്പോഴും കാണുന്ന വാർത്തകൾ മിസൈലുകളുടെയും ബോംബ് ആക്രമണങ്ങളുടെയും തലക്കെട്ടുകൾ മാത്രമാണ്. ഈ 2026 തുടക്കത്തിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ വലിയൊരു സൈനിക നീക്കം തുടങ്ങിയപ്പോൾ ലോകം ഒന്നടങ്കം ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇറാന്റെ അയൽ രാജ്യങ്ങളായ സൗദി അറേബ്യയും UAEയും കുവൈറ്റും ഒക്കെ വരെ ഈ ഒരു യുദ്ധത്തിലേക്ക് ഇത്ര പെട്ടെന്ന് വലിച്ചുഴക്കപ്പെട്ടത് എന്നത്? സത്യത്തിൽ ഇതൊരു പെട്ടെന്നുള്ള സ്ഫോടനമല്ല. ക്യാമറ കണ്ണുകളിൽ പതിയാതെ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് ഈ രാജ്യങ്ങൾക്കിടയിൽ നടന്നിരുന്ന ഒരു ഇൻവിസിബിൾ വാറിന്റെ, ഒരു അദൃശ്യ യുദ്ധത്തിന്റെ ക്ലൈമാക്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ എന്ന പ്രാദേശിക ശക്തിയുടെ വളർച്ചയിൽ അയൽ രാജ്യങ്ങൾ എത്രത്തോളം ഭയപ്പെട്ടിരുന്നു? അവർ വർഷങ്ങളായി ഇതിനായിട്ട് എങ്ങനെയൊക്കെയാണ് തയ്യാറെടുപ്പ് നടത്തിയത്? മിഥ്യാധാരണകളും രഹസ്യ സഖ്യങ്ങളും നിറഞ്ഞ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ആരും പറയാത്ത ഉൾക്കഥകളിലേക്ക് നമുക്കൊന്ന് പോകാം. നമുക്കറിയാം, ഇറാൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ ജാഗ്രതയുടെ ചുവപ്പ് വിളക്കുകൾ കത്താറുണ്ട്. എന്തുകൊണ്ടാണ് ഈ വിശ്വാസവും ഭയവും ഇത്രത്തോളം ആഴത്തിൽ വേരോടിയത്? പലരും കരുതുന്നത് ഇത് കേവലം ഇസ്ലാമിലെ ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ ചേരിതിരിവ് മാത്രമാണ് എന്നാണ്. എന്നാൽ ഇതിനെ ഒരു മതപരമായ തർക്കം മാത്രമായിട്ട് കാണുന്നത് വലിയൊരു തെറ്റായിരിക്കും. ഇതിന്റെ യഥാർത്ഥ ഇന്ധനം എന്നത് പവർ, പെട്രോൾ ആൻഡ് ജിയോ പൊളിറ്റിക്സ് ആണ്. പശ്ചിമേഷ്യയിലെ മേധാവിത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം, എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണം, തന്ത്രപ്രധാനമായ പാതകൾ കൈക്കലാക്കൽ എന്നിവയാണ് ഈ അദൃശ്യ യുദ്ധത്തിന്റെ കാതൽ. ഇതിൽ ഇറാന്റെ വളർച്ച തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് അറബ് രാജ്യങ്ങൾ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു. ഇറാന്റെ ഏറ്റവും വലിയ ശക്തിയും അയൽ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പേടിയും എന്താണ് എന്ന് വെച്ചാൽ തെഹ്റാൻ രൂപീകരിച്ചിട്ടുള്ള അപ്രത്യക്ഷ സൈന്യങ്ങളാണ്. ഇതിനെ പ്രതിനിധി യുദ്ധങ്ങൾ അഥവാ പ്രോക്സി വാർസ് എന്ന് വിളിക്കാം. നേരിട്ടൊരു യുദ്ധത്തിന് മുതിരാതെ മറ്റ് രാജ്യങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവിടെ തങ്ങളുടെ അനുഭാവികളായ സായുധ ഗ്രൂപ്പുകളെ വളർത്തിയെടുക്കുക എന്ന തന്ത്രമാണ് ഇറാൻ വർഷങ്ങളായിട്ട് പയറ്റുന്നത്. യമനിലെ ഹൂതി വിമതർ, ലെബനിലെ ഹിസ്ബുള്ള, ഗാസയിലെ ഹമാസ്, ഇറാഖിലെയും സിറിയയിലെയും വിവിധ ഷിയ മിലിഷ്യകൾ, ഇവരെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. ഈ സായുധ സംഘങ്ങൾ വഴി ഇറാൻ തങ്ങളുടെ അതിർത്തിയെ ശത്രുക്കളുടെ പടിവാതിൽക്കൽ വരെ എത്തിച്ചു. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് നമ്മൾ കണ്ടത് യമനിലാണ്. സൗദിയുടെ തൊട്ടടുത്ത അയൽരാജ്യമായ യമനിൽ ഹൂതികൾ അധികാരം പിടിച്ചെടുത്തപ്പോൾ അതിനു പിന്നിൽ ഇറാന്റെ കനത്ത പിന്തുണയുണ്ടായിരുന്നു. സൗദിയുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സങ്കല്പങ്ങളെ ആകെ മാറ്റിമറിച്ചു. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുള്ള വലിയ രാജ്യങ്ങളെ പോലും നിഷ്പ്രഭമാക്കാൻ ഇറാന്റെ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയുമെന്ന് ഈ പ്രോക്സികൾ തെളിയിച്ചു. ഈ 2026 യുദ്ധത്തിൽ പോലും UAEയിലെ ബറാക്ക ആണവ നിലയത്തിന് നേരെ ഇറാഖിൽ നിന്നും ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഇതിന്റെ തെളിവ് തന്നെയാണ്. മറ്റൊരു പ്രധാന വശം സാമ്പത്തികവും തന്ത്രപരവുമായ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളുടെ നിയന്ത്രണമാണ്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന അസംസ്കൃത എണ്ണയുടെ വലിയൊരു പങ്ക് ഈ ഒരു ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഈ പാത ഉപരോധിക്കുമെന്ന് ഇറാൻ എപ്പോഴും ഭീഷണിപ്പെടുത്താറുണ്ട്. ഈ 2026 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇറാൻ ഈ കടലിടുക്ക് അടയ്ക്കുകയും കപ്പലുകളിൽ നിന്ന് സുരക്ഷാ ഫീസ് ഈടാക്കാൻ പുതിയ അതോറിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. ഇത് അയൽ രാജ്യങ്ങളുടെ മാത്രം സാമ്പത്തിക തകർച്ചയല്ല, മറിച്ച് ആഗോള വിപണിയെ തന്നെ നിശ്ചലമാക്കാൻ പോകുന്ന ഒരു ആയുധമാണ്. ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒമാനും UAEയും പോലുള്ള രാജ്യങ്ങൾ ഇറാന്റെ നീക്കങ്ങളെ വളരെ ആശങ്കയോടെയും അതീവ ജാഗ്രതയോടെയും വീക്ഷിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ മേഖലയിലെ രാജ്യങ്ങൾ ഇറാന്റെ ആണവ പദ്ധതികളെയും അതീവ ഭീതിയോടെയാണ് കാണുന്നത്. ഇറാൻ ആണവായുധം വികസിപ്പിച്ചെടുത്താൽ അത് മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകിടം മറിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ സൗദി അറേബ്യയും സ്വന്തമായി ആണവ സാങ്കേതിക വിദ്യ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെയാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം നടക്കുന്നത്.
പരമ്പരാഗത ശത്രുക്കൾ നിലനിൽക്കുമ്പോഴും ഇറാന്റെ ഈ വളർച്ചയെ തടയാൻ പശ്ചിമേഷ്യയിലെ പല അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായി പരസ്യമായും രഹസ്യമായും സഖ്യങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായി. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന പഴയ തത്വം ഇവിടെ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. എബ്രഹാം അക്കോർഡ്സ് പോലുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഇറാനെ സ്ട്രാറ്റജിക്കലായി ഒറ്റപ്പെടുത്തുക എന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ യുദ്ധം തുടങ്ങിയപ്പോൾ യുഎഇയും സൗദിയും കുവൈറ്റുമൊക്കെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂടെ ചേർന്ന് ഇറാനെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങിയതും ഈ ഒരു നീണ്ട ഒരുക്കത്തിന്റെ ഫലമായിട്ടാണ്. എന്നാൽ ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. പാശ്ചാത്യ ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുമ്പോഴും റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളുമായി ചേർന്ന് ഇറാൻ തങ്ങളുടെ സഖ്യങ്ങൾ ശക്തമാക്കിയിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന തെഹ്റാന്റെ കടുത്ത നിലപാട് അയൽ രാജ്യങ്ങളെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. നിലവിൽ ഏപ്രിൽ മുതൽ ഒരു താൽക്കാലിക സീസ് ഫയർ നിലനിൽക്കുന്നുണ്ടെങ്കിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും ഇറാനുമായിട്ട് സമാധാന ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും അവസ്ഥ ഇപ്പോഴും ഒരു കത്തിമുനയിലാണ് എന്ന് പറയാം. ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപേക്ഷിക്കണമെന്നാണ് ട്രംപിന്റെ ഡിമാൻഡ്. എന്നാൽ തങ്ങൾ ഭീഷണികൾക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നയതന്ത്രം പരാജയപ്പെട്ടാൽ വീണ്ടും ബോംബിംഗ് തുടങ്ങാൻ തങ്ങൾ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് ആണെന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങൾ ഇപ്പോഴും തങ്ങളുടെ ആധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ നവീകരിച്ചും രഹസ്യാന്വേഷണ വിവരങ്ങൾ പരസ്പരം പങ്കുവച്ചും വലിയൊരു യുദ്ധത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ ഇന്നത്തെ ഈ ഒരു താൽക്കാലിക ശാന്തതയ്ക്ക് താഴെ വലിയൊരു അഗ്നിപർവ്വതമാണ് പുകയുന്നത്. ഇറാന്റെ സ്വാധീനത്തെയും സായുധ ശക്തിയെയും ഭയപ്പെടുന്ന അയൽ രാജ്യങ്ങളുടെ ഈ വർഷങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പുകൾ കേവലം ഒരു പ്രാദേശിക യുദ്ധത്തിൽ ഒതുങ്ങുന്നതല്ല. അത് ലോകത്ത് എവിടെയുമുള്ള മനുഷ്യരെ, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ പോലും ബാധിക്കുന്ന വലിയൊരു ആഗോള ഇന്ധന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായേക്കാവുന്ന ഒന്നാണ്. നയതന്ത്രത്തിന്റെ പാതകൾ പൂർണ്ണമായും അടയുന്ന ദിവസം ഈ അദൃശ്യ യുദ്ധം ലോകം ഇന്നേ വരെ കാണാത്ത വലിയൊരു മഹാവിപത്തായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കോവിഡിന്റെ പിടിയിൽ നിന്ന് ലോകം കഷ്ടിച്ച് രക്ഷപ്പെട്ട് വരുമ്പോഴാണ് ഇതാ മറ്റൊരു ഭയപ്പെടുന്ന വാർത്ത ആഗോളതലത്തിൽ ചർച്ചയാകുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ DRC, ഉഗാണ്ട, സൗത്ത് സൂഡാൻ എന്നിവിടങ്ങളിൽ അതീവ മാരകമായ എബോള വൈറസ് ബാധ അതിവേഗം പടരുകയാണ്. ഈ കഴിഞ്ഞ മെയ് 17-ന് ലോകാരോഗ്യ സംഘടന WHO ഇതിനെ ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇന്റർനാഷണൽ കൺസേൺ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ ഒരു എമർജൻസിയുടെ അലയൊലികൾ ഇപ്പോൾ ഇന്ത്യയിലും എത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഒട്ടും സമയം കളയാതെ തന്നെ തങ്ങളുടെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് കടുത്ത സ്ക്രീനിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ എബോള സ്ട്രെയിൻ? എന്തുകൊണ്ടാണ് ഇതിന് മരുന്നില്ല എന്ന് പറയുന്നത്? കോങ്കോയിൽ ആശുപത്രിക്ക് തീയിടാൻ മാത്രം ജനങ്ങളെ പ്രകോപിപ്പിച്ചത് എന്താണ്? പരിശോധിക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ എബോള വൈറസുകളേക്കാൾ അപകടകാരിയായ ബുണ്ടിബുഗ്യോ BDBV എന്ന അപൂർവ ഇനമാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ പടരുന്നത്. ലഭ്യമായ പുതിയ വിവരങ്ങൾ അനുസരിച്ച് കോങ്കോയിലും ഉഗാണ്ടയിലും ഇതിനകം 600-ലധികം സംശയാസ്പദമായ കേസുകളും 139-ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഈ വൈറസിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്താണ് എന്ന് വെച്ചാൽ മുൻപ് എബോളയ്ക്കെതിരെ വികസിപ്പിച്ചെടുത്ത വാക്സിനുകളോ മരുന്നുകളോ ഈ ബുണ്ടിബുഗ്യോ സ്ട്രെയിനിന് എതിരെ ഫലപ്രദമല്ല. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഇവന്റ് ആണ് എന്നാണ് WHO വിശേഷിപ്പിച്ചത്. പനി, കടുത്ത തലവേദന, പേശിവേദന, ഛർദി എന്നിവയ്ക്ക് പുറമെ ശരീരത്തിന്റെ ഉള്ളിലും പുറത്തുമുണ്ടാകുന്ന കടുത്ത രക്തസ്രാവമാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണം. രോഗബാധിതനായ ഒരാളുടെ രക്തം, ഉമിനീര്, വിയർപ്പ് തുടങ്ങിയ ശരീരദ്രവങ്ങളിലൂടെയാണ് ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. രോഗവ്യാപനം ഒരു വശത്ത് നടക്കുമ്പോൾ കോങ്കോയിൽ ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങി അക്രമം അഴിച്ചുവിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രകോപിതരായ ഒരു ജനക്കൂട്ടം അവിടുത്തെ ഒരു പ്രധാന എബോള ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിന് തീയിട്ടു. എന്താണ് ഇതിന് കാരണം? എബോള ബാധിച്ച് മരിച്ച തങ്ങളുടെ ബന്ധുക്കളുടെ ഡെഡ് ബോഡി വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടാണ് അവർ ഈ ഒരു ആക്രമണം നടത്തിയത്. എബോള ബാധിച്ച് മരിച്ചവരുടെ ശരീരത്തിൽ വൈറസ് സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടനയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രത്യേക സെക്യൂരിറ്റി ക്രൈറ്റീരിയ ഒക്കെ നോക്കി ആരോഗ്യ പ്രവർത്തകർ മാത്രമേ ഇവ സംസ്കരിക്കാവൂ. എന്നാൽ തങ്ങളുടെ ആചാരപ്രകാരം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കാത്ത ആരോഗ്യ പ്രവർത്തകർ അവയവങ്ങൾ കടത്തുകയാണ് എന്ന തരത്തിലുള്ള കടുത്ത വ്യാജ വാർത്തകളും അന്ധവിശ്വാസങ്ങളുമാണ് അവിടെ പടരുന്നത്. ഈ ആക്രമണങ്ങൾ കാരണം മെഡിക്കൽ ടീമുകൾക്ക് അങ്ങോട്ട് പോകാൻ പോലും കഴിയുന്നില്ല. ഇത് രോഗവ്യാപനത്തിന്റെ വേഗത ഇരട്ടിയാക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് വരാം. ആഫ്രിക്കയിലെ ഈ വഷളായ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയിലാണ്. കേന്ദ്ര ഹെൽത്ത് സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവയുടെ നേതൃത്വത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഹെൽത്ത് സെക്രട്ടറിമാരെ വിളിച്ച് ഉന്നതതല യോഗം ചേർന്ന് കഴിഞ്ഞു. നിലവിൽ ഇന്ത്യയിൽ ഒരൊറ്റ എബോള കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും
മുൻകരുതൽ എന്ന നിലയ്ക്കാണ് കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന പോർട്ടുകളിലും എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ APHO പുതിയ ഗൈഡ് ലൈൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കോങ്കോ, ഉഗാണ്ട, സൗത്ത് സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടോ ട്രാൻസിറ്റ് അല്ലാതെയോ വരുന്ന യാത്രക്കാർക്കായി പ്രത്യേക നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. സെൽഫ് ഡിക്ലറേഷൻ കാർഡ്സ് ഉണ്ട്. വിമാനത്താവളത്തിനുള്ളിൽ വെച്ച് തന്നെ യാത്രക്കാർ തങ്ങളുടെ യാത്രാ വിവരങ്ങൾ അടങ്ങിയ കാർഡുകൾ പൂരിപ്പിച്ച് നൽകണം. അടുത്തത് സിംറ്റം റിപ്പോർട്ടിംഗ് ആണ്. എയർപോർട്ടിൽ എത്തുമ്പോൾ പനി, ക്ഷീണം, തൊണ്ടവേദന അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള രക്തസ്രാവം ഉണ്ടെങ്കിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് തന്നെ ഹെൽത്ത് ഡെസ്കിൽ നിർബന്ധമായും റിപ്പോർട്ട് ചെയ്യണം. ഇനി 21 ഡേ മോണിറ്ററിംഗ്, അതായത് രോഗബാധിത രാജ്യങ്ങളിൽ നിന്ന് വന്നവർ അടുത്ത 21 ദിവസത്തേക്ക് തങ്ങളുടെ ബോർഡിംഗ് പാസുകളും കോൺടാക്ട് വിവരങ്ങളും സൂക്ഷിച്ചു വെക്കണം. ഈ ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അധികൃതരെ വിവരം അറിയിക്കണം. നിലവിൽ ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല. ആഫ്രിക്കയിൽ നിന്നും ആഴ്ചയിൽ നിരവധി ഫ്ലൈറ്റുകളാണ്, 99ഓളം എന്നാണ് പറയപ്പെടുന്നത്, നിരവധി ഫ്ലൈറ്റുകളാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിനാൽ എല്ലാ എയർലൈൻസുകളോടും വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെ എബോളയെക്കുറിച്ചുള്ള അനൗൺസ്മെന്റുകൾ നടത്താൻ DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എയർപോർട്ടിനുള്ളിൽ ഐസൊലേഷൻ ബേകളും റാപ്പിഡ് റെസ്പോൺസ് ആംബുലൻസുകളും സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഖനന മേഖലയിലും NGO പ്രൊജക്ടുകളിലും ജോലി ചെയ്യുന്ന ഇന്ത്യൻ ജീവനക്കാരുള്ള കമ്പനികളോട് കൃത്യമായ സുരക്ഷാ ഇൻഷുറൻസുകൾ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. മുൻപ് നമ്മൾ നിപ്പ, സിക്ക വൈറസുകളെ നേരിട്ട അതേ മാതൃകയിലുള്ള ശക്തമായ പ്രതിരോധമാണ് ഇപ്പോൾ എയർപോർട്ടുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ എബോള ഭീതി കാരണം അന്താരാഷ്ട്ര തലത്തിൽ മറ്റൊരു വലിയ മാറ്റം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയും ആഫ്രിക്കൻ യൂണിയനും തമ്മിൽ ഡൽഹിയിൽ വെച്ച് നടത്താനിരുന്ന വമ്പൻ അന്താരാഷ്ട്ര ഉച്ചകോടി, ഇന്ത്യ ആഫ്രിക്ക ഫോറം സമ്മിറ്റ്, തൽക്കാലത്തേക്ക് മാറ്റിവെച്ചതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കയിലെ നിലവിലെ ആരോഗ്യ അടിയന്തരാവസ്ഥ കണക്കിലെടുത്താണ് ഇരുവിഭാഗവും ചേർന്ന് ഈ തീരുമാനമെടുത്തത്. പകരം ആഫ്രിക്കൻ CDCക്ക് ആവശ്യമായ എല്ലാ മെഡിക്കൽ സഹായങ്ങളും നൽകാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പേടിക്കേണ്ട സാഹചര്യം ഇല്ല എങ്കിലും കടുത്ത ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. കോവിഡിന്റെ പാഠങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരോഗ്യ വകുപ്പ് വളരെ പെട്ടെന്നാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ശാസ്ത്രലോകം ഈ പുതിയ വൈറസ് സ്ട്രെയിനിനുള്ള മരുന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. വിമാനത്താവളങ്ങളിലെ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായി സഹകരിക്കുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ലോകത്ത് പലവിധ പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടെങ്കിലും പുതിയൊരു ഗ്ലോബൽ ഓർഡറിൽ ഇന്ത്യയുടെ കരുത്തും പക്വതയും എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം. യൂറോപ്പിൽ നിന്ന് വമ്പൻ ബിസിനസ് ഡീലുകൾ സ്വന്തമാക്കാനും മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾക്കിടയിലും നമ്മുടെ എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കാനും പുതിയൊരു വൈറസ് ഭീഷണിയെ കൃത്യമായ മുൻകരുതലുകളിലൂടെ പടിവാതിൽക്കൽ വെച്ച് തന്നെ തടയാനും ഇന്ന് ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഏതൊരു വലിയ പ്രതിസന്ധിയെയും പുതിയ അവസരങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ആഗോള നേതാവായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. വരും ദിവസങ്ങളിൽ ഈ മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഒന്നിച്ച് നിരീക്ഷിക്കാം. ഗുഡ് നൈറ്റ്.